ഒരു മരണം. പക്ഷേ അത് സാധാരണ മരണമല്ല. ഇന്ന് ആ ശവസംസ്കാര ചടങ്ങിൽ പോലും കൊലയാളി ഉണ്ടായിരിക്കും. ആരാണവൻ? ഇന്ന് നമ്മൾ വീണ്ടും കടക്കുകയാണ് ഒരു രഹസ്യ അന്വേഷണത്തിലേക്ക്. കൊലയാളി എന്ന നോവലിൻ്റെ ഓഡിയോ ആവിഷ്കാരം 38-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ജീവനും ജോസ് മാത്യുവും പരസ്പരം നോക്കി. തൽക്കാലം ഇത്രയും മതിയെന്നാണ് ജോസ് മാത്യുവിന് അതിൽ നിന്നും മനസ്സിലായത്. അവർ രണ്ടുപേരും എഴുന്നേറ്റു. മുൻവാതിൽ തുറക്കാതെ ഹമീദ് സാറിൻ്റെ വീട്ടിൽ കയറാൻ കഴിയും അല്ലേ? മാത്യുവിൻ്റെ ഭാവം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ആ ചോദ്യം. എല്ലാ വീടിനും പിന്നിലും കൂടി ഒരു വാതിൽ കാണുമല്ലോ സാർ. ചോദ്യത്തിൽ മുൻവാതിലിൻ്റെ കാര്യം മാത്രമേ താൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന കാര്യം ജീവന് അപ്പോഴാണ് ഓർമ്മ വന്നത്. മാത്യു പറഞ്ഞത് ശരിയല്ലേ? വീടിന് പിന്നിൽ വാതിൽ കാണാതിരിക്കില്ലല്ലോ. താൻ ഉദ്ദേശിച്ചത് ആ 2 വാതിലുകളല്ലാതെ മറ്റു വഴികളുണ്ടോ എന്നായിരുന്നു. അബദ്ധം മനസ്സിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരുത്തി ചോദിച്ചു. ഈ 2 വാതിലുകളും അടച്ചാലും വീടിനുള്ളിൽ കയറാൻ മാർഗമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതറിയില്ല. 2ാം നിലയിലേക്കെങ്ങാനും വാതിലുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. അത് പറയുമ്പോൾ മാത്യുവിൻ്റെ മുഖത്ത് യാതൊരു മാറ്റവുമില്ല. കൃഷ്ണമണികൾ അസ്വാഭാവികമായി ചലിക്കുന്നില്ല, ആലോചനാഭാവം കാണിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉള്ള കാര്യമാണ് പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ഇതുവരെ പറഞ്ഞതൊക്കെ സത്യങ്ങൾ തന്നെയാണ്. കൂടുതൽ ചോദിക്കാൻ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ കാര്യമില്ല. സുധാകരൻ്റെ വീട്ടിൽ പോയാൽ അവിടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യവും മാത്യുവിനോട് ചോദിച്ചാൽ അറിയാം. അടുത്ത പ്രതീക്ഷ അവിടെ നിന്നാണ്. അത് ചോദിച്ചപ്പോൾ സുധാകരൻ്റെ ഭാര്യ ടീച്ചറാണെന്നും ഇന്ന് സ്കൂളിൽ പോയതുകൊണ്ട് വീട്ടിൽ കാണില്ല എന്നുമാണ് പറഞ്ഞത്. അവർ രണ്ടുമല്ലാതെ വീട്ടിൽ വേറെ ആരും ഇല്ലതാനും. ഹമീദ് സാറിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയാൽ മാത്യു സുധാകരനെ വിവരമറിയിക്കും. അപ്പോൾ അയാൾ വരികയും ചെയ്യും. പക്ഷേ കൊണ്ടുവരിക ഇങ്ങോട്ടല്ലല്ലോ. അല്ലെങ്കിലും ആ സമയത്തെ തിരക്കിനിടയിൽ ഒരാളെ കണ്ടുകിട്ടുക എന്നത് അത്ര എളുപ്പമല്ല. വെറുതെ കണ്ടുകിട്ടിയാൽ പോരല്ലോ, കുറേ കാര്യങ്ങൾ ചോദിച്ചറിയണ്ടേ. അതിനുള്ള സാവകാശം എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ നല്ലത് മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. ഏറ്റവും അടുത്ത മറ്റൊരു ദിവസം. മൃതസംസ്കാരത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഒന്നുകൂടി വന്നാൽ ഇവരെ എല്ലാവരെയും കാണാം. വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയണമെന്നില്ല. അങ്ങനെയുള്ള വിചാരത്തോടെ അവർ മടങ്ങി. സംഘത്തിലെ മറ്റു 2 പേരും കൂടി മറ്റൊരു ദൗത്യവുമായി പോയിട്ടുണ്ടല്ലോ. അവരുടെ യാത്ര എങ്ങനെയായി എന്നറിയണ്ടേ? നമുക്ക് അവരുടെ പിന്നാലെ പോകാം. രഞ്ജിത്തും മഹേന്ദ്രനും പീതാംബരൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. അവരവിടെ എത്തുമ്പോൾ ഭാഗ്യത്തിന് പീതാംബരൻ എവിടെയും പണിക്ക് പോയിരുന്നില്ല. പണിക്ക് പോകാവുന്ന സ്ഥിതിയിലായിരുന്നില്ല അയാൾ. പണിക്കിടയിൽ അധികം ഉയരമില്ലാത്ത ഒരു തെങ്ങിൽ നിന്നും വീണതാണ് അയാൾ. ഉയരമധികമില്ലെങ്കിലും പരിക്ക് പറ്റാതെ ഇരിക്കില്ലല്ലോ. കാലിൻ്റെ പാദത്തിൻ്റെ കുഴയ്ക്ക് ഒടിവ് പറ്റി. 1 മാസത്തോളം വീട്ടിൽ വിശ്രമം വേണം. ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും 10 ദിവസം കൂടി ഇരിക്കണം. ഒരു കാൽ തറയിൽ കുത്തി ഇപ്പോൾ അത്യാവശ്യം നടക്കാൻ കഴിയും. രഞ്ജിത്തും മഹേന്ദ്രനും ചെന്നത് കണ്ടപ്പോൾ വീടിനകത്തിരുന്ന പീതാംബരൻ ബുദ്ധിമുട്ടി പുറത്തേക്ക് വരാൻ ശ്രമിച്ചു.
അത് കണ്ടപ്പോഴേ അവർ അയാളെ വിലക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ചെന്നു. ഇരിക്കാൻ തരാൻ 2 പഴയ കസേരകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ വലിയ നിലയിലുള്ള ആളുകളൊന്നും വരാറില്ല. ആര് പറഞ്ഞു പീതാംബര, ഞങ്ങൾ വലിയ നിലയിലുള്ള ആളുകളാണെന്ന്? നമ്മൾ 2 കൂട്ടരും ഓരോ തൊഴിൽ ചെയ്യുന്നു, കൂലിയും വാങ്ങുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇരുന്നാൽ പോരെ? അതിനിപ്പോൾ നല്ല കസേര വേണമെന്ന് ആർക്കാണ് നിർബന്ധം? കസേര പോലും വേണമെന്ന് നിർബന്ധമില്ല, പിന്നല്ലേ. എന്നാലും അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നില്ല സാർ. പാവങ്ങളുടെ ചിന്താഗതിയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്തു പറ്റിയതാണ്? കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. ഒരപകടം പറ്റിയതാണ്. ഞങ്ങൾക്കത് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളതാണ്. ചിലപ്പോൾ അപകടത്തോടെ ഭൂമിയിൽ നിന്ന് തന്നെ അങ്ങു പോകും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് കുറച്ചു നാൾ വീട്ടിലിരിക്കും. മറ്റു ചിലപ്പോൾ മരണം വരെ കിടപ്പിലായി പോകുന്നവരും ഉണ്ട്. നടുവിനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ അതായിരിക്കും ഗതി. സംഭവിച്ചതെന്താണെന്ന് പീതാംബരൻ വിശദമായി പറഞ്ഞു. പിടിച്ച മടല് ഒടിഞ്ഞു പോയതാണ്. ഇരിഞ്ഞു പോകില്ല എന്നുറപ്പാക്കിയിട്ടാണ് പിടിച്ചത്. പക്ഷേ ഒടിയുമെന്ന് ആര് കണക്കുകൂട്ടി? അപ്പോഴും അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. അവർ എന്തിനായിരിക്കും വന്നത് എന്നാണ് പീതാംബരന് തോന്നിയത്. വെറുതെ സന്ദർശനത്തിന് വരുന്നവരല്ലല്ലോ അവർ. കാര്യം എന്താണെന്ന് ചോദിക്കാതെ തന്നെ അവർ പറയും. അതുകൊണ്ട് അതിനെപ്പറ്റി അയാൾ സംസാരിച്ചതേയില്ല. വന്ന കാര്യം രഞ്ജിത്ത് തന്നെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ശരിയോ എന്നറിയില്ല. എങ്കിലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളുടെ വിവരങ്ങൾ ഇപ്പോൾ എന്തിനാണ് എന്നെനിക്കൊരു സംശയം തോന്നുന്നു. എന്നോട് പറയാവുന്നതാണെങ്കിൽ സാറിന് പറയാം. വളരെ വിനയത്തോടെയുള്ള ചോദ്യമാണ്. മറുപടി പറഞ്ഞു പോകാവുന്നതാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ആലോചിച്ചു വച്ചിരുന്ന മറ്റൊരു കാര്യം പറഞ്ഞു. അത് ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ പീതാംബര. പിന്നീടൊരു സാഹചര്യത്തിൽ ഞാൻ വിശദമായി പറയാം. പിന്നെ പീതാംബരൻ അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല. എനിക്കിപ്പോൾ സാറ് പറഞ്ഞ സ്ഥലത്തേക്ക് വരണമെങ്കിൽ 10 ദിവസം കൂടി കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുക്കണം. അതിന് മുൻപാണെങ്കിൽ, ഇവിടെ വന്ന് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ വിവരങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചു. എങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ പീതാംബരൻ മറ്റൊരു നിർദ്ദേശം വെച്ചു. തിരക്കിട്ട് ആവശ്യമുണ്ടെങ്കിൽ ശ്രീധരനോട് ചോദിച്ചാലും മതി. അയാൾക്കാകുമ്പോൾ നാളെ തന്നെ വേണമെങ്കിലും വന്ന് വിവരങ്ങൾ നൽകാമല്ലോ. അതൊരു നല്ല നിർദ്ദേശമാണെന്ന് അവർക്കും തോന്നി. ശ്രീധരനെ കൂടി പോയി കണ്ട് വിവരം തിരക്കിയാലോ എന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോന്നപ്പോൾ ജീവൻ സാർ ഒരു നിർദ്ദേശം തന്നിരുന്നല്ലോ. ചാത്തൻപറമ്പിലെ കൊച്ചുമകനെ പറ്റിയുള്ള വിവരങ്ങൾ പറയുന്നത് റെക്കോർഡ് ചെയ്തു വയ്ക്കാൻ. അത് കൊടുത്ത് രേഖാചിത്രം വരപ്പിക്കാൻ കഴിയുമെന്ന്. അങ്ങനെയാകുമ്പോൾ പീതാംബരൻ തന്നെ പറയുന്നത് മതിയല്ലോ. ആ തോന്നൽ വന്നതോടെ പീതാംബരനോട് തന്നെ വിവരങ്ങൾ പറഞ്ഞുകൊള്ളാൻ പറഞ്ഞു. ചാത്തൻപറമ്പിലെ കൊച്ചുമകൻ്റെ പേര് രമേശൻ എന്നാണെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അയാളുടെ മൊത്തത്തിലുള്ള ലക്ഷണങ്ങളും മുഖഭാവവും മീശയും മറ്റ് കാര്യങ്ങളുമെല്ലാം വിശദമായി പീതാംബരൻ പറഞ്ഞുകൊടുത്തു. അത് മുഴുവൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. റെക്കോർഡ് ചെയ്തത് എന്തൊക്കെയാണെന്ന് പീതാംബരനെ കേൾപ്പിച്ചു. കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിച്ചിട്ടാണ് ടേപ്പ് ഓഫ് ചെയ്തത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ശ്രീധരനെ കൂടി കാണണോ? അതോ ഇപ്പോൾ കിട്ടിയത് മതിയോ എന്ന ആലോചനയും കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ജീവൻ ജോസിൻ്റെ ഫോൺ വന്നത്. മുറ്റത്തേക്കിറങ്ങി ഫോൺ അറ്റൻഡ് ചെയ്ത രഞ്ജിത്ത് അവർ പോയിട്ട് ലഭിച്ച വിവരങ്ങളും കൈമാറി.
അപ്പോഴാണ് ജീവൻ ജോസ് പറയുന്നത് അവിടെ പീതാംബരനേക്കാൾ കൃത്യമായി വിവരങ്ങൾ വരയൻ ദിനേശന് കൈമാറാൻ കഴിയുന്ന ആളുണ്ട് എന്ന്. അയാളെ കൊണ്ട് തന്നെ ദിനേശന് വിവരങ്ങൾ കൈമാറി ചിത്രങ്ങൾ വരപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രീധരനെ കാണാൻ ഇപ്പോൾ പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി ശ്രീധരൻ്റെ അടുത്തെങ്ങാനും പോകണമെങ്കിൽ അയാളെ കണ്ടും പറഞ്ഞു വയ്ക്കാം. അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീധരൻ്റെ വീട് കണ്ടുവച്ചാൽ മാത്രം മതിയെന്നാണ് ജീവൻ പറഞ്ഞത്. അതനുസരിച്ച് അത്രയും വിവരങ്ങൾ ശേഖരിച്ച് അവർ മടങ്ങിപ്പോന്നു. ഹമീദ് സാറിൻ്റെ മൃതസംസ്കാരം നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ അതേ ദിവസമായിരുന്നു. അവിടെ നിന്നും കുറേ അകലെയാണ് സാറിൻ്റെ വീട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരം നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അന്നു രാവിലെ തന്നെ ജീവനും സംഘവും മൃതസംസ്കാരത്തിനായി ഹമീദ് സാറിൻ്റെ വീട്ടിലേക്ക് പോയി. ചിലപ്പോൾ അവിടെയും കൊലയാളിയുടെ സാന്നിധ്യം ഉണ്ടായേക്കാം എന്ന് അവർക്കൊരു സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് മുന്നിൽ കാണുന്നവരെല്ലാം കൊലയാളികളാണോ എന്ന് സംശയം തോന്നാറുണ്ട്. ഓരോരുത്തരുടെയും നടപ്പും പ്രത്യേകമായി അവർ നിരീക്ഷിക്കുന്നുണ്ട്. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും അലമുറയിട്ട് കരയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും രംഗം ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. യഥാർത്ഥ നഷ്ടം അവർക്ക് മാത്രമാണല്ലോ ഉണ്ടാവുക. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ധാരാളം ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. വന്നവരൊക്കെ റീത്ത് സമർപ്പിക്കുകയും കുറേ സമയം മൗനമായി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. ജീവനും സംഘത്തിനും അവിടെ ചെന്നിട്ട് പ്രത്യേകമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്പം നിരാശയോടെ തിരിച്ചു വരാൻ ഒരുങ്ങുമ്പോഴാണ് അവരെ കൂടുതൽ നിരാശപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത അറിയാൻ കഴിഞ്ഞത്. അതെന്തായിരിക്കും? വേറെ ആരെയെങ്കിലും കൊലയാളി ലക്ഷ്യം വെച്ച് കാണുമോ? അതോ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിതമായ സംഭവങ്ങളായിരിക്കുമോ? അടുത്ത ഭാഗങ്ങളിൽ അറിയാം കേട്ടോ. കുറേ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടി. അന്നേരം പുതിയ സംശയങ്ങൾ ജനിച്ചു. കൊലയാളി അടുത്തു തന്നെയാണോ? ഉത്തരങ്ങൾ അറിയാൻ അടുത്ത ഭാഗം നഷ്ടപ്പെടുത്തരുതേ. കേട്ടതിന് നന്ദി. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.